Dear friends and students, ഇന്നിവിടെ പൊളിറ്റിക്കൽ സയൻസിലെ പാഠഭാഗങ്ങളാണ് ചർച്ചക്കായി എടുക്കുന്നുള്ളത്. ബോത്ത് NIOS ആൻഡ് കേരള സിലബസിലുള്ള കുട്ടികൾക്ക് അഡീഷണലായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹായകമാകും എന്നുള്ള നിലക്കാണ്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ അർത്ഥതലങ്ങളും അതിൻ്റെ സാധ്യതകളുമാണ് ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, പൊളിറ്റിക്സിൻ്റെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഇമ്പോർട്ടൻസ് ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണ് എന്നുള്ളത് ഒരു സത്യമാണ്. എല്ലാ മേഖലയും എല്ലാ വിഷയങ്ങളും ഈ പൊളിറ്റിക്കൽ സയൻസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത. വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ എല്ലാ മേഖലകളും പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് തന്നെ പോകാം. രണ്ട് വ്യൂസാണ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി ഉള്ളത്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാട്. ട്രഡീഷണൽ ആയിട്ടുള്ള കാഴ്ചപ്പാടിൽ ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ പഠന മേഖല, അതിൻ്റെ ആരംഭവും അതിൻ്റെ ഒടുക്കവും, അതിൻ്റെ തുടക്കവും ഒടുക്കവും സ്റ്റേറ്റിനെ പറ്റിയുള്ള പഠനമാണ് എന്നാണ് ട്രഡീഷണൽ ഫിലോസഫേഴ്സ് വിവരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പൗരാണിക കാലഘട്ടത്തിൽ രാജാവ്, രാജ്യം എന്നുള്ള വിവക്ഷകളാണ് പൊളിറ്റിക്സിൽ നാം കേട്ടത്. നമുക്കറിയാം, ചെസ് നാം ഒക്കെ കളിക്കാറുണ്ട്. ചെസ്സിൽ അതൊരു ശത്രു കളിയാണ്. ഇരു വിഭാഗം ടീമുകളും ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് അതിനെ കാണാറ്. അതുപോലെ തന്നെ നിരവധി സൈനിക സന്നാഹങ്ങൾ മുൻനിരയിലുണ്ടാവുകയും ഉപദേശങ്ങൾ നൽകാനും സൈനിക തന്ത്രങ്ങൾ മെനയാനും മന്ത്രിയും അതുപോലെ തന്നെ കുറച്ച് പടകളും പിന്നിലായി രാജാവിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ചെസ്സിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഞാനാണെങ്കിൽ കളിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എല്ലാ സൈനികരെയും കൂട്ടത്തിലുള്ള മന്ത്രിയൊക്കെ ആദ്യം വെട്ടിലാക്കാൻ നോക്കും. എന്നിട്ട് അവസാനം രാജാവിനെ ചെസ് ചെയ്യുന്ന രീതിയാണ്. എന്നാൽ ബുദ്ധിശാലികളായ ആളുകൾ ഒന്നോ രണ്ടോ സൈനികരെ വകവരുത്തിയതിനു ശേഷം തന്നെ രാജാവിനെ കീഴ്പ്പെടുത്തുന്ന രീതിയുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ രാജാവ് എന്ന് പറയുമ്പോൾ എന്താണ്, രാജാവ് അവസാനത്തെ പൗരനായിട്ടാണ് ഇവിടെ കാണുന്നത്, ലാസ്റ്റ് സിറ്റിസൺ നമ്മുടെ കാഴ്ചപ്പാട്. എന്നാൽ ഇന്ന് ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ തലവനായി നിൽക്കുന്ന ആള് എന്താണ്, പ്രഥമ പൗരൻ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നൽകാറുള്ളത്. അത് മോഡേണിറ്റിയും ട്രഡീഷൻ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് തന്നെ അവിടെ രാജാവിനോ സൈന്യത്തിനോ വലിയ പ്രസക്തിയില്ല. അവിടെ പ്രസക്തിയുള്ളത് രാജ്യം, സ്റ്റേറ്റിനാണ്. അവര് കിടമത്സരങ്ങളും ഫൈറ്റും എല്ലാം നടത്തുന്നുള്ളത് രാജ്യം വെട്ടിപ്പിടിക്കാനും സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ പഴയ ട്രഡീഷണൽ വ്യൂവേഴ്സ്
പൊളിറ്റിക്കൽ സയൻസിനെ കണ്ടത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദി സ്റ്റേറ്റ് എന്നുള്ള കാഴ്ചപ്പാടാണ്. പിന്നെ മോഡേണിറ്റിയിലേക്ക് വഴിമാറിയപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്താണ്, ഈ സ്റ്റേറ്റ് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ്. സ്റ്റേറ്റ് പ്ലസ് എന്താണ്, പവർ ആൻഡ് അതോറിറ്റിയാണ് ഇവിടെ നാം കാണുന്ന കാര്യം. കാരണം പഴയ കാലം പോലെ എന്തല്ല, രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാനും പിന്നെ കൈക്കലാക്കാനുള്ള ഒരു മത്സരത്തിലേക്കോ പ്രയത്നത്തിലേക്കോ ഇന്നത്തെ രാജ്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പവർ, നിങ്ങൾക്കറിയാം, ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും കഴിഞ്ഞു. അവിടെ രണ്ടാം ലോകമഹായുദ്ധത്തോടു കൂടി അമേരിക്ക അറിയപ്പെട്ട സന്നാഹ രാജ്യങ്ങളെല്ലാം എന്താണ്, ലോക പോലീസ് എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ പവർ എന്നുള്ള വിവക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഡേണിറ്റിയിലെ പൊളിറ്റിക്സിനെ സ്റ്റേറ്റ് ഓൾറെഡി ഡൺ ആണ്. അതുപോലെ തന്നെ പവർ ആൻഡ് അതോറിറ്റി ആയിട്ടാണ് മോഡേണിറ്റി പൊളിറ്റിക്കൽ സയൻസിനെ വിവർത്തനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയാം സോഷ്യൽ സയൻസിന്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ സയൻസിൽ നിന്ന് പല ഭാഗങ്ങളും, സോഷ്യോളജി ആയാലും സോഷ്യൽ വർക്കായാലും പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളും സോഷ്യൽ സയൻസിൽ നിന്നാണ് വന്നത്. റിസർച്ച് മെത്തഡോളജി ആയാലും സോഷ്യൽ സയൻസിന്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ച ഒരു വിഷയം കൂടി തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, സയൻസിൽ, സോഷ്യൽ സയൻസിലെ ഏറ്റവും ഉന്നതമായ ഒരു സബ്ജക്റ്റ് കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത്. ഡീൽസ് വിത്ത് ദി ഫൗണ്ടേഷൻസ് ഓഫ് ദി സ്റ്റേറ്റ്. ഇതിന്റെ ഫൗണ്ടേഷൻ, അടിത്തറ എന്നുള്ളത് ഡീൽ ചെയ്യപ്പെടുന്നത് സ്റ്റേറ്റിൽ തന്നെയാണ്, മോഡേണിറ്റിയിൽ. അതുപോലെ തന്നെ ദി പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ്, ഓഫ് ദി ഗവൺമെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഗവൺമെന്റ്. അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് ആണ്, അതിന്റെ താത്വികതകൾ ഗവൺമെന്റും കൂടിയാണ് എന്നുള്ളതാണ് മോഡേണിറ്റിയിൽ അർത്ഥമാക്കുന്നത്. ഇതിൽ നാം പറയപ്പെട്ട പോലെ ട്രഡീഷണൽ വ്യൂവേഴ്സ് ആയ R.G. ഗാറ്റൽ അദ്ദേഹം പറഞ്ഞത്, അതുപോലെ തന്നെ J.W. ഗാർണർ പറഞ്ഞത്, പൊളിറ്റിക്സ് is the study of ends and begins and ends with the state എന്നുള്ള വാചകം പറഞ്ഞത് ഗാർണറാണ്. അതുപോലെ തന്നെ R.G. ഗാറ്റൽ അദ്ദേഹം പറഞ്ഞത് സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ദി പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അദ്ദേഹം ട്രഡീഷണൽ വ്യൂ ആണ്. അത് നമുക്ക് മോഡേണിറ്റിയിലേക്കും കൊണ്ടുവരാം. സ്റ്റേറ്റ് കാരണം അതൊരു ഫൗണ്ടേഷനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതിൻ്റെ പ്രസന്റും അതിൻ്റെ കഴിഞ്ഞുപോയ പാസ്റ്റും ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചറും എല്ലാം സ്റ്റേറ്റ് തന്നെയാണ് എന്നാണ് R.G. ഗാറ്റൽ പറഞ്ഞത്. പിന്നെ ചേഞ്ചിങ് മീൻസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ അതിൻ്റെ അർത്ഥതലങ്ങളിൽ വ്യത്യസ്തമായ യുഗങ്ങളിലായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. പൊളിറ്റിക്സ് എന്നുള്ള വാചകം പോളിസ് എന്ന ഗ്രീക്ക് വേർഡായ സിറ്റി ഓർ സ്റ്റേറ്റ് എന്ന അർത്ഥം വെക്കുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്നുള്ള വാചകം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്വെൽ ആൻഡ് ബ്രഹാം കാപ്ലൻ അവർ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ്
പവർ. മോഡേൺ ഫിലോസഫറാണ്. അവർ പറഞ്ഞത് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ എന്നാണ്. പവറിന്റെ ഷേപ്പിങ്ങും പവർ കൊണ്ടുള്ള എല്ലാ ഷെയറിങ്ങും കൂടിയാണ് എന്ത് സ്റ്റേറ്റ് എന്നുള്ളത്. നമുക്കറിയാം സയൻസ് സോഷ്യോളജി പഠിക്കുമ്പോൾ സോഷ്യോളജിയുടെ മീനിങ്ങിൽ നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്തായിരുന്നു? സോഷ്യോളജി ഇസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്നാണ് നമ്മൾ പഠിച്ചത്. അതൊരു ഡിസിപ്ലിനും കൂടിയാണ്. അതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസും. പൊളിറ്റിക്കൽ സയൻസും എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ഇതിൽ നമ്മൾ സയൻസ് എന്താണ് എന്നുള്ളത് അറിയാം. എക്സ്പെരിമെന്റ് ആൻഡ് ഒബ്സർവേഷൻ. ഒരു ഒബ്ജക്റ്റീവ്സിനെ ഭൗതിക മേഖലയിൽ കാണുന്ന ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുക, അതിനെ കണ്ടെത്തുക, എക്സ്പെരിമെന്റലായിട്ട് ലോജിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് സയൻസ്. അപ്പോൾ അതേ സ്കോപ്പിൽ കൂടി തന്നെ നമുക്ക് പൊളിറ്റിക്കൽ സയൻസിനെയും ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഒബ്സർവേഷനും എക്സ്പെരിമെന്റലും ഇതിന് ആവശ്യമായിട്ടും ഉണ്ട്. അപ്പോഴാണ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളിടത്ത് സയൻസ് അവിടെ ഡിസിപ്ലിനായിട്ട് മാറുന്നുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് ഗ്രോത്ത് ഓഫ് ഡിസിപ്ലിൻ. ഗ്രോത്ത് ഓഫ് ദി ഡിസിപ്ലിൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ ഡിസിപ്ലിൻ, അതിൻ്റെ അച്ചടക്കം, ഒരു ചിട്ട എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നാം പറഞ്ഞതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റാർട്ടഡ് വിത്ത് 4th century ആൻഡ് ഗ്രീക്കാണ്. ഗ്രീക്കിൽ 4ാം നൂറ്റാണ്ട് മുതൽ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം ഗ്രീക്ക് ചിന്തകരായ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ഇസ് ദ മാസ്റ്റർ സയൻസ് എന്നാണ്. പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് സയൻസുകളിലെ മാസ്റ്റർ എന്നാണ്. സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ അതോറിറ്റിയെയും പറയുമ്പോൾ തന്നെ അരിസ്റ്റോട്ടിൽ ഫാമിലിയിലേക്കും പ്രോപ്പർട്ടിയിലേക്കും ഈ പൊളിറ്റിക്കൽ സയൻസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫാമിലിയുടെ കാര്യം പറയുമ്പോൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന ലോസും നിയമങ്ങളും, അതുപോലെ തന്നെ പ്രോപ്പർട്ടി വിഷയങ്ങളിൽ, അതുപോലെ തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഈ പൊളിറ്റിക്കൽ സയൻസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ആൻഷ്യൻ ഗ്രീക്ക് വ്യൂസ്, പൗരാണികമായ ഗ്രീക്ക് കാഴ്ചപ്പാടിൽ എന്തായിരുന്നു? പൊളിറ്റിക്കൽ സയൻസ് മെയിൻലി വാസ് ഇറ്റ്സ് ആൻ എത്തിക്കൽ. അവിടെ ധാർമ്മികമായ വ്യൂവിലാണ് പൊളിറ്റിക്കൽ സയൻസിനെ കണ്ടത് എന്നുള്ളതാണ്. റോമൻ കൺസിഡേർഡ് ആസ് എ ലീഗൽ. റോമക്കാർ അതിനെ കണ്ടത് എന്താണ്? ലീഗലായിട്ടാണ്, നിയമ സാധുതകളോട് കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസിനെ കണ്ടത്. അതുപോലെ തന്നെ മിഡിൽ ഏജസ്, മധ്യകാലഘട്ടങ്ങളിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ത് ചെയ്യപ്പെട്ടു? ക്രിസ്ത്യൻ ചർച്ചിലുള്ള റിലീജിയസ് ഓർഡർ ആയിട്ടാണ് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി പൊളിറ്റിക്കൽ സയൻസിനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. എന്നാൽ ആസ് എ സ്റ്റേറ്റ് ഗ്രോ, മധ്യ കാലഘട്ടം നമുക്കറിയാം, റിനൈസൻസും റിഫോർമേഷൻ, നവോത്ഥാനവും പുനരുദ്ധാരണവും ഒക്കെ സംഭവിച്ച, പ്രത്യേകിച്ച് സയന്റിഫിക് മേഖലയിലുണ്ടായ മാറ്റങ്ങൾ. ആ സമയത്ത് എന്തായിരുന്നു?
അതേസമയം കഴിഞ്ഞ ആ സമയത്ത് തന്നെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്, അഥവാ വ്യാവസായിക വിപ്ലവം. ഈ വ്യാവസായിക വിപ്ലവം എന്ത് ചെയ്യപ്പെട്ടു? സ്റ്റേറ്റുകൾ വളരാൻ കാരണമായി. സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിന്നു എന്നുള്ളതാണ്. അവരുടെ വ്യാവസായിക കാര്യങ്ങളും കച്ചവടത്തിൻ്റെ കാര്യങ്ങളും സാധ്യതകളും യാത്ര ഇതെല്ലാം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോവാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നു? സ്റ്റേറ്റിന്റെ വലിയ പ്രാധാന്യം അവിടെ കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസ് അക്വയർഡ് എ റിയലിസ്റ്റിക് ആൻഡ് സെക്യുലർ. ഈ സ്റ്റേറ്റ് വളർന്നപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ ഒരു കാലഘട്ടത്തിൽ ചർച്ചിൽ മാത്രം ഉപയോഗിച്ചപ്പോൾ പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? സയൻസ് അക്വയർ എ റിയലിസ്റ്റിക് ആൻഡ് സെക്യുലർ. പൊളിറ്റിക്കൽ സയൻസ് ഒരു യാഥാസ്ഥിതിക മതേതരത്വ ഭാവമുള്ള ഒന്നായി മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ അതുണ്ടാക്കി തീർത്ത വിനകൾ അതിവിടെ ചർച്ച ചെയ്യേണ്ടതല്ല. സഖ്യകക്ഷികളാവുകയും മോസ്റ്റ് പവർ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം രാജ്യങ്ങൾക്കുണ്ടാവുകയും ശക്തിയില്ലാത്ത രാജ്യങ്ങൾ ശക്തമായ രാജ്യങ്ങളുമായി ഐക്യത്തിലേർപ്പെടുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. അവരുടെ നിലനിൽപ്പായിരുന്നു അത്, രാജ്യത്തിന്റെ നിലനിൽപ്പായിരുന്നു അത്. എന്നാൽ കോൾഡ് വാർ പിന്നീട് സംഭവിച്ചതാണ്. കോൾഡ് വാർ തണുത്ത യുദ്ധം തണുത്തപ്പോൾ സൗത്തേൺ USA, അമേരിക്കയുടെ സൗത്ത് ഭാഗങ്ങളിലുള്ള ബ്ലാക്സ്, കറുത്ത വർഗക്കാർ ജനാധിപത്യത്തിനു വേണ്ടി ഒരുമിക്കുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജനാധിപത്യം പല രാജ്യങ്ങളിലും ആരംഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എന്താണ്, ജനാധിപത്യത്തിലേക്ക് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു കാഴ്ചപ്പാട് പുതിയൊരു വെളിച്ചത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ നിന്നാണ് പൊളിറ്റിക്കൽ സയൻസിനൊരു ബിഹേവിയറൽ അപ്രോച്ച്, സ്വാഭാവികമായി അതിൻ്റെ സ്വഭാവ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയെന്നാണ്. അതിൻ്റെ സ്ട്രക്ചറിൽ പൊളിറ്റിക്കൽ സയൻസ് എന്തായിരുന്നു? പവർ ആൻഡ് അതോറിറ്റി, സ്റ്റേറ്റ് ഇങ്ങനെയുള്ള മേഖലയിൽ ഉണ്ടാവുമ്പോൾ തന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വന്നു എന്നതാണ്, ഘടനയിൽ മാറ്റം വന്നു. പല രാജ്യങ്ങളും പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്സ് ഇതൊക്കെ അവരുടെ രാഷ്ട്രീയപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളുടെ വിഷയങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. Politics is also viewed. Politics അത് നോക്കിക്കാണുന്നത് എ ഫോം ഓഫ് ആൻ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റിംഗ് അനലൈസ്. നമുക്കറിയാം, ഇൻഡിവിജ്വൽ ബേസ് ആയിട്ട് പൊളിറ്റിക്സ്, വ്യക്തികൾ അവർ വോട്ട് ചെയ്യുന്നു, സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു, സ്ഥാനാർത്ഥിയായി പോകുന്നു, വ്യക്തികളും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ political group or communities seeks to achieve their specific but conflicting goals. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഗ്രൂപ്പുകൾ, സമൂഹം, പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവരെല്ലാം അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പൊളിറ്റിക്സിൽ അവർ എന്താണ് ഇപ്പോൾ ആക്റ്റീവായിട്ടാണ് ഉള്ളത് എന്നാണ് നമുക്കറിയാം.
ഇന്ത്യ പോലുള്ള രാജ്യത്ത് എന്നും ദൈനംദിന ജീവിതത്തിൽ എന്നും ചർച്ച ചെയ്യപ്പെടുന്ന, നാം അറിഞ്ഞും അറിയാതെയും അതിൻ്റെ ആളാവുന്ന പൊളിറ്റിക്സിൽ നാം ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഏകദേശം നമ്മുടെ കേരളം തന്നെ എടുത്തു നോക്കിയാൽ ഏകദേശം ഒരു 80% ആളുകൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഒന്നെങ്കിൽ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ, പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവർ, അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവി, സപ്പോർട്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നല്ല ഏത് പാർട്ടിയാണോ അതിലൊക്കെ എലക്ഷൻ ആവുന്ന സമയത്ത് കൂടുന്നവർ. ഇങ്ങനെയൊക്കെ ആയിട്ട് പൊളിറ്റിക്സ് എന്താണ് ഇന്ത്യയിലും കേരളത്തിലും അത് വളരെ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എന്തെങ്കിലും കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയുക, പരിഹരിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഗുഡ് ബൈ.